അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്താന പരിപാലനം ഇസ്ലാമിൽ വളരെ ശ്രേഷ്ഠമായ ഒരു അമലാണ്. സൂചിപ്പിച്ചതുപോലെ ഹദീസുകളിൽ നിന്നും അതേപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ചില പോയിൻ്റുകൾ, സന്താന പരിപാലനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പോയിൻ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് സൂചിപ്പിക്കപ്പെടുകയാണ്, ചീത്ത കൂട്ടുകെട്ടുകളെ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികളെ തൊട്ട് തടഞ്ഞു നിർത്തണം. കുട്ടികളുടെ ചങ്ങാതിമാർ ആരാണ് എന്ന് നമ്മൾ അവരുടെ സൗഹൃദത്തിലൂടെ അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചോദിച്ച് മനസ്സിലാക്കുകയും കൃത്യമായ നിരീക്ഷണത്തിലൂടെയും അവരുടെ കൂട്ടുകെട്ട് നല്ലതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തതാണ് ആഡംബര ജീവിതം തടയുക. ചെറുപ്രായത്തിൽ തന്നെ ആഡംബര ജീവിതം നൽകി വളർത്തിയാൽ വലിയ പ്രായമാവുമ്പോൾ അവർക്ക് കാലത്തോട് അനുസരിച്ച് ജീവിക്കാൻ, പൊരുത്തപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതേപോലെ തന്നെ അവർക്ക് വേണ്ട വിധം പക്വതയോ പാകതയോ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ആഡംബര ജീവിതത്തെ കുട്ടിയിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നുള്ളത് മഹാന്മാർ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമത്തത് ഹലാല് മാത്രം ഭക്ഷിപ്പിക്കുക. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഹലാല് മാത്രമേ കുട്ടികൾക്ക് ഭക്ഷിപ്പിക്കാൻ പാടുള്ളൂ. അതിന് നമ്മൾ ഹലാല് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ. അത് ഭക്ഷിപ്പിച്ചാൽ ഹറാമ് ഭക്ഷിപ്പിച്ച കുട്ടിയാണെങ്കിൽ, ഹറാമ് ധാരാളമായി കഴിച്ച കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവരുടെ സ്വഭാവത്തിൽ പിന്നീട് നമുക്ക് കാണുക തന്നെ ചെയ്യും. അത് എത്രത്തോളം മതപാണ്ഡിത്യം അവർ നേടിയാലും അവരുടെ ജീവിതത്തിൽ അത് പിന്നീട് അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നാണ് മഹാന്മാർ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, ഭക്ഷണത്തിലെ ശിക്ഷണം. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ആദാബുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ട് ഒരു കുട്ടി അറിയേണ്ട, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യവും ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതേപോലെ തന്നെ കുട്ടിയെ ആ രൂപത്തിൽ ശുശ്രൂഷിക്കുകയും കുട്ടിക്ക് ആ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അഞ്ചാമത്തെ പോയിൻ്റാണ്, നല്ല സംസ്കാരമുള്ള വേഷം ധരിപ്പിക്കണം. ചെറുപ്രായത്തിൽ തന്നെ നല്ല സംസ്കാരമുള്ള വേഷം ധരിപ്പിച്ചാൽ മാത്രമേ പിന്നീട് ആ കുട്ടി നല്ല ഒരു സംസ്കാര സമ്പന്നനായിട്ട് വളരുകയുള്ളൂ. ചെറുപ്രായത്തിൽ ചെറിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നഗ്നത തുറന്നു കാണിക്കുന്ന വസ്ത്രങ്ങളോ ധരിപ്പിച്ച് ശീലിപ്പിച്ചാൽ പിന്നീട് ആ കുട്ടി വലുതാകുമ്പോൾ ആ രൂപത്തിൽ തന്നെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത പോയിൻ്റാണ് അറിവ് പകരുക. കുട്ടിക്ക് അതാത് കാലങ്ങളിൽ അവർക്ക് വേണ്ട അറിവുകൾ നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് നൽകിയാലേ അവർ വേണ്ട രൂപത്തിൽ വളരുകയുള്ളൂ. അവർക്ക് വേണ്ട രൂപത്തിൽ ധാർമ്മികമായ അറിവുകൾ അവർക്ക് നൽകിയാൽ മാത്രമേ അവർ നല്ല ഒരു ധാർമ്മിക വിദ്യാർത്ഥിയായിട്ട് വളരൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏഴാമത്തെ പോയിൻ്റാണ്, കളിക്കാൻ അവരെ അനുവദിക്കുക. ചെറുപ്രായത്തിൽ അവരെ കളിക്കാൻ അനുവദിക്കണം എന്നാണ് മഹാനായ ഗസാലി റളിയല്ലാഹു അൻഹു നമ്മോട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് പ്രശംസയും പ്രോത്സാഹനവും നൽകുക. അവരിൽ നല്ലൊരു ഗുണം കാണുമ്പോൾ അവരെ പ്രശംസിക്കുകയും അതേപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനമായി വല്ലതും നൽകുകയും ചെയ്യുക എന്നുള്ളത് അത് കുട്ടിയുടെ ഭാവിയെ ഭാസുരമാക്കാനും നല്ല മെച്ചപ്പെട്ട രൂപത്തിലാക്കാനും അവർക്ക് മനസ്സിന് ഒരു ഉല്ലാസം നൽകാനും അത് കാരണമായി തീരും. അടുത്ത പോയിൻ്റാണ് ശാസന അനിവാര്യ ഘട്ടത്തിൽ മാത്രമാക്കുക. അവരെ ശാസിക്കുന്നത്, അവരെ കുറ്റം പറയുന്നത് അനിവാര്യഘട്ടമാണെങ്കിൽ മാത്രം അവരെ ശാസിക്കുകയും വെറുതെ ശാസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ അത് നിർത്തുകയും ചെയ്യുക. അടുത്ത പോയിൻ്റാണ് പകലിൽ ഉറങ്ങുന്നത് തടയുക. രാത്രി ഉറങ്ങാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. പകലിൽ ഉറങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അടുത്ത പോയിൻ്റാണ് നല്ല വിനയവും ബഹുമാനവും ശീലിപ്പിക്കുക. വലിയവരോട് എങ്ങനെ നല്ല ബഹുമാനം കാണിക്കണമെന്നും അതേപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ എങ്ങനെ നമ്മൾ ബഹുമാനം കാണിക്കണമെന്ന് കുട്ടികളെ ശീലിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നല്ല വിനയമുള്ള ജീവിതം, നല്ല വിനയാനിധനായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കൂടി കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അടുത്ത പോയിൻ്റാണ് സഹായ മനസ്കത വളർത്തുക. കുട്ടിയിൽ പാവങ്ങളെ കാണുമ്പോൾ സഹായിക്കുന്ന ഒരു മനസ്സ്
കുട്ടിയിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ചെറുപ്രായത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും ഇത് ചെയ്യാറുണ്ട്. ഒരു യാചകനെ കണ്ടാൽ കുട്ടിയെക്കൊണ്ട് അവർക്ക് വല്ലതും കൊടുക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സാമ്പത്തിക മോഹം ഇല്ലാതാക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സിലുള്ള ഒരു ത്വര ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് സാമ്പത്തികമായ മോഹം ചെറുപ്രായത്തിൽ തന്നെ കൊടുത്താൽ പലപ്പോഴും വെറും ഒരു സാമ്പത്തിക മോഹിയായിട്ട് മാത്രം കുടുംബങ്ങളെ പരിഗണിക്കാത്ത, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു സാമ്പത്തിക മോഹി മാത്രമായിട്ട്, ഒരു അത്യാഗ്രഹി മാത്രമായിട്ട് ആ കുട്ടി വളരാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് സാമ്പത്തിക മോഹം ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്ത പോയിൻ്റാണ് സഭാ മര്യാദകൾ ശീലിപ്പിക്കുക. ഒരു സഭയിൽ എങ്ങനെ പെരുമാറണം, ആളുകളോട് ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത് പോലത്തെ കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയെ ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. അടുത്ത പോയിൻ്റാണ് നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ഒരു വിഷയത്തിലും ചെയ്യരുത്. ഫർദ് നിസ്കാരങ്ങൾ കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ വയസ്സിനൊത്തിട്ട് എന്താണോ ആ കുട്ടിയിൽ കാണിക്കേണ്ട കണിശത, ആ കണിശത നമ്മൾ പുലർത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ നിസ്കാരത്തിൽ ചിലപ്പോൾ അത് പിന്നീട് നിസ്കാരത്തിൽ വിട്ടുവീഴ്ച നമ്മൾ ചെയ്താൽ അത് വലിയൊരു നഷ്ടം തന്നെ പിന്നീട് സംഭവിച്ചേക്കാം. അതുപോലെ തിന്മ വളർത്തുന്ന സംഗീതങ്ങളിൽ നിന്ന് കുട്ടിയെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പുതുകാലത്ത് പല രൂപത്തിലുള്ള തിന്മകൾ പ്രചരിപ്പിക്കുന്ന ഗാനങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വിശേഷിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. തിന്മ വളർത്തുന്ന സംഗീതങ്ങളിൽ നിന്ന് പൂർണ്ണമായും കുട്ടിയെ മാറ്റി നിർത്തുകയും മദ്ഹ് ഗാനങ്ങളിലൂടെയോ മറ്റോ ആകർഷിപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട എല്ലാ പ്രവണതകളിൽ നിന്നും കുട്ടിയെ മാറ്റി നിർത്തൽ രക്ഷിതാവിൻ്റെ അനിവാര്യ ഘടകം തന്നെയാണ്. ഈ കാര്യങ്ങൾ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാഉൽ മുദ്ദീനിൽ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്.